ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് പെർമ്യൂട്ടേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കണ്ടന്റ് ബേസ്ഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചേക്കണം. 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം NCRയുടെ ഒരു ഫോർമുലയുണ്ട്. NCRും NCR-1ഉം ഈ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NCR പിന്നെ അതിനേക്കാൾ ഈ ആറിനേക്കാൾ ഒരു പവർ കുറഞ്ഞ നമ്പർ, ഒരു നമ്പർ കുറഞ്ഞ R-1 അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? N+1 CR ആയിരിക്കും. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. NCRും NCR-1 എന്ന് പറഞ്ഞാൽ എന്താണ്? N+1 CR ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? 5C4 ആണ് പ്ലസ് 5C3 ആണ് ഈക്വൽ ടു നമുക്ക് NC4 തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഈ 5C4 അതേ സെയിം നമ്പർ തന്നെ എന്നും ഇവിടെ 5ഉം 5ഉം അവിടെ കറക്റ്റ് 5 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി R-1 ഇവിടെ R4 ആണ്, അതിനേക്കാൾ ഒരു നമ്പർ കുറവ്. അപ്പോൾ അത് ശരിക്കും കറക്റ്റല്ലേ? നോക്കിയേ NCR പ്ലസ് NCR-1. കാരണം N എന്ന് പറയുന്നത് 5, R എന്ന് പറയുന്നത് 4, R-1 എന്ന് പറയുന്നത് 3. ഇത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കിയേ? ദാറ്റ് ഈസ് ഈക്വൽ ടു N+1 CR ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു N എന്ന് പറയുന്നത് 5, അപ്പം 5+1 C, R എന്ന് പറയുന്നത് 4, അപ്പോൾ 5+1 C4 വരും. ഈക്വൽ ടു അത് എന്ത് തന്നിട്ടുണ്ട്? നമുക്കിവിടെ NC4 തന്നിട്ടുണ്ട്. ഇനി 5+1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6, അപ്പോൾ 6C4 ഈക്വൽ ടു NC4 കിട്ടും. അവിടെ നമുക്കറിയാം ഇത് അടുത്ത പ്രോപ്പർട്ടിയാണ്. NCA ഈക്വൽ ടു NCB ആണെങ്കിൽ A ഈക്വൽ ടു B ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന N ഈക്വൽ, ഇവിടെ രണ്ടും സെയിം ആണ്, ഈ രണ്ട് നമ്പർ സെയിം ആണ്, നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താന്ന് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു N ഈക്വൽ ടു 6 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ 6C3യും ഈ ഒരു റൂൾ ഓർത്ത് വയ്ക്കണം. 6C2 ആണെന്ന് വെച്ചോ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കണേ. അവിടെ വരുമ്പോൾ എന്താ മക്കൾ? ഇത് രണ്ടും സെയിം അല്ലേ? ഇവിടെ 3 ആണ്, അതിനേക്കാൾ ഒരു പവർ കുറഞ്ഞ് അടുത്തത് 2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6+1 C3 എന്ന് എഴുതാം. കാരണം NCR പ്ലസ് NCR-1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7C3 വരും. ഇനി ഇവിടെ നോക്കാം, 7C4 പ്ലസ് 7C3 ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ആൻസർ എങ്ങനെ എഴുതാം? ഇത് രണ്ടും സെയിം ആണ്, അതിനെ R-1 ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഈ 7+1 C4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8C4 വരും. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ ഒരു റൂളാണ്. ഇപ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് 2-3 നമ്മൾ ഇട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമ്മുടെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ലവണ്ണം നമ്മൾ ബേസിക് ചാപ്റ്റർ വൈസ് കണ്ടന്റുകളെല്ലാം മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ NCERTയിലെ ഓരോ പ്രോബ്ലംസും സ്കൂളിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കേട്ട് അത് മനസ്സിലാക്കി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ മോഡൽ വരും എന്നുള്ളത് നമുക്ക് അവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു പോയാൽ അടുത്ത ബോർഡ് എക്സാമിന് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കിലേക്ക് എത്താൻ കഴിയും. ക്വസ്റ്റ്യൻ പേപ്പർ 4ാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് 2 ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 ഗേൾസ് ആൻഡ് 3 ബോയ്സ് സീറ്റഡ് ഇൻ എ റോ? ഒരു റോയ്ക്കകത്ത് 5 ഗേൾസ് ഉണ്ട്. അപ്പം നമുക്ക് 5 ഗേൾസ് ആണ് വന്നിരിക്കുന്നത്. അതെത്രയാണ്? എത്ര ബോയ്സ് ആണ്? 3 ബോയ്സും ആണ് ഉള്ളത്. 5 ഗേൾസും 3 ബോയ്സും ഉണ്ട്. അതിനകത്ത് ഒരു റോയ്ക്കകത്ത് സോ ദാറ്റ് നോ 2 ബോയ്സ് ആർ ടുഗദർ. 2 ബോയ്സ് ഒരിക്കലും എങ്ങനെ വരരുത്? ഒന്നിച്ച് വരരുത്. അപ്പോൾ നമ്മൾ ഗേൾസിന് എങ്ങനെയായിരിക്കും? 5 ഗേൾസ് ഉണ്ട്, ഇവിടെ ഒരു ഗേൾസ്, ഇവിടെ അടുത്ത ഗേൾസ്, അടുത്തത് ഗേൾസ്, അടുത്തത് ഗേൾസ്. ഈ 5 ഗേൾസിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്താണ് ഈ 3 ബോയ്സ് മാറി മാറി വരാം. അപ്പം B1 എന്ന് പറഞ്ഞ ബോയ് ആണ് ഇവിടെ വരുന്നത്. നോക്കാം, ഫസ്റ്റ് വൺ B1 എന്ന് പറഞ്ഞ ബോയ് ഇവിടെ വന്നു. അപ്പം B2 ഇവിടെ വന്നു, അടുത്ത എന്ത് വരും? B3 ഇവിടെ വന്നു. 3 ബോയ്സ്. ഇത് തിരിച്ചു വരാൻ പാടില്ലേ? B1 ഇവിടെ, B2 ഇവിടെ വരാം, B3 ഇവിടെ വരാം,
അതുപോലെ ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് മാറി മാറി വരാം. അപ്പം 5 ഗേൾസും എങ്ങനെ വരാം? ഇവിടെ ഫസ്റ്റ് ഗേൾ G1 വരുന്നില്ല, അടുത്ത് G2 വരാം, G3, G4, G5. ഇത് തിരിച്ചു വരാൻ പാടില്ലേ? അപ്പം ശരിക്കും ഈ 5 ഗേൾസ് 5 പേര് ഇരിക്കുവാണെങ്കിൽ ആദ്യം 5 ഗേൾസിൽ ആര് വേണമെങ്കിലും വരാം അല്ലേ? രണ്ടാമത് വരുന്ന ആൾ വരുന്നില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരാം, ഇത് ഇങ്ങോട്ട് മാറാം, ഇത് ഇങ്ങോട്ട് മാറാം, അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 5 ഗേൾസിനെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 5 ഗേൾസ് ക്യാൻ ബി അറേഞ്ച്ഡ്. എന്താണ്? ക്യാൻ ബി അറേഞ്ച്ഡ് 5 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 5p5 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ വരും. ഈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1 × 2 × 3 × 4 × 5. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1. അപ്പം 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 വരും. 4 ഫാക്ടോറിയൽ എന്ത് വരും? 1 × 2 × 3 × 4 വരും. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്താ? 1 × 2 × 3 × 4 × 5 വരും. ഇതാണ് നമുക്ക് 5 ഫാക്ടോറിയൽ വരുന്നത്. അപ്പം നമുക്ക് 1 മുതൽ ഫാക്ടോറിയൽ അറിയാം, ആ പറയുന്ന 1 മുതൽ പറയുന്ന വരെ നമ്പർ വരെയുള്ളതിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ 1 2 3 4 5 വരും. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 2 6 6 × 20 വരും. 120 ബേസിൽ നമുക്ക് ഗേൾസിനെ അറേഞ്ച് ചെയ്യാം. കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? ഫസ്റ്റ് 1 G1 ആണ്, G2 G3 G4 G5. ഇത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഏത് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിടാം. ഇപ്പം 2 പേരിൽ നമ്മൾ 2 പേന വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ G1 G2 G3 G4 G5 ആണ്. അതുപോലെ ഈ 3 ബോയ് എന്താണ് ഇതിൻ്റെ ഇടയ്ക്കാണ് വരാൻ? നമ്മൾ ഒരിക്കലും 2 ബോയ്സ് ഒരിക്കലും ഒരുമിച്ച് വരരുത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 5 ഗേൾസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 5p5, അതായത് 5 ഫാക്ടറി. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 മുതൽ 2 3 4 5 വരെയുള്ള നമ്പറിൻ്റെ പ്രോഡക്റ്റാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 വേസിൽ കിട്ടും. ഇനി നമുക്ക് എത്ര ബോയ്സ് ഉണ്ട്? 3 ബോയ്സ് ആണുള്ളത്. അതിനെയും കൂടി നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് മാറി വരാമെന്ന് നോക്കാം. കാരണം B1 ഇവിടെ വരാം, B2 വരാം, B3 വരാം, തിരിച്ച് B1ൻ്റെ സ്ഥാനത്ത് B2 വരാം, തിരിച്ച് ചേഞ്ച് ചെയ്ത് ഓരോന്നും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അതെങ്ങനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. 3 ബോയ്സ് ആർ നോട്ട് ടുഗദർ. ഒന്നിച്ച്, അതായത് 2 ബോയ്സ് ഒരിക്കലും ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സിനെ എങ്ങനെ നമുക്ക് ഈ 3 ബോയ്സിനെ എങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് ബേസിൽ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 5 ഗേൾസ് ആണ് നമുക്ക് ആകെ ഉള്ളത്. എത്രയാണ് ബോയ്സ് ഉള്ളത്? 3 ബോയ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ 5 ബോയ്സ് അങ്ങനെ തന്നെ എടുക്കണം. ഈ 3 ബോയ്സ് നോട്ട് ടുഗദർ എന്നല്ലേ പറഞ്ഞേക്കണേ? അത് നമ്മൾ എന്താണ്? ഒന്ന് ഇപ്പോൾ ഒരു ബോയ്സ് വന്നാൽ വേറൊരു ബോയ്സ് ആ കൂടെ നമുക്ക് ഇരിക്കാൻ പാടില്ല. ഒന്നിച്ച് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? ബോയ്സ് വരാൻ പാടില്ല. അപ്പോൾ അത് 1 ആയിട്ട് എടുക്കണം. അപ്പോൾ ടോട്ടൽ എത്ര വരും? 6. ഇതിനകത്ത് നിന്ന് എത്ര ബോയ്സ് നമുക്ക് തന്നേക്കണേ? 3 പേരെയാണ്. അപ്പോൾ ആൻസർ എന്താ? 6p3 വേസ് വരും. അപ്പോൾ 6p3 എന്ന് പറഞ്ഞാൽ എന്താ? 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ വരും. അപ്പോൾ 6 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ വരും. 6 - 3 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ വരും. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. എന്നാലും നമ്മൾ പഠിക്കുക. എൻട്രൻസിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാതെ നമുക്ക് മാർക്കുമില്ല. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാമെങ്കിലും അതൊക്കെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൂടെ മനസ്സിലാക്കി പഠിച്ചു പോവുക. അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ വരും. ഇനി 6 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 3 വരെയുള്ള നമ്പർ പോയി. അപ്പോൾ 4 × 5 × എന്ത് വരും? 6 വരെയുള്ള നമ്പർ വരും. 4 × 5 20 വരും. 20 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 വേസ് അവിടെയും വരും. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ, ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഗേൾസിന് എത്ര രീതി ആൻസർ ചെയ്യാം? 5 ഫാക്ടോറിയൽ. ഇത് എത്രയാണ്? 6p3. 5 ഫാക്ടോറിയൽ നമുക്ക് കിട്ടിയത് 120 ആണ്. 6p3 നമുക്ക് കിട്ടിയത് 120 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 14,400 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് സെലക്ട് ചെയ്ത് എഴുതാൻ. 18th ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പാർട്ട് 1 ക്വസ്റ്റ്യൻ ആണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് ചോദിച്ചേക്കണേ. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തോന്നും വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന്. പക്ഷെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഫോർമുലാസ് കറക്റ്റ് കൊടുത്തു വന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 9p5 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 5 ഫാക്ടോറിയൽ. ഇതെല്ലാ കുട്ടികൾക്കും അറിയാം അല്ലേ? നമ്മൾ ആ ഫോർമുല കൊടുത്തു. ഇനി അടുത്ത് പ്ലസ് 5 × 9p4 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 മൈനസ് 4 ഫാക്ടോറിയൽ വരും. ദെൻ റൈറ്റ് സൈഡിൽ 10p ആണ്. 10 ഫാക്ടോറിയൽ ബൈ
10 മൈനസ് ആർ ഫാക്ടോറിയൽ വരും. വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാ ഇക്വേഷനകത്തും നമ്മൾ പഠിച്ച ഫോർമുല ജസ്റ്റ് അങ്ങ് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ സിംപ്ലിഫൈ അറിയാലോ, ഈ 9 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതി, ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കാം, പ്ലസ് അങ്ങനെ തന്നെ എഴുതി, +5 എഴുതി, 9 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതി, താഴെ എന്ത് വരും? 9 മൈനസ് 4 ഫാക്ടോറിയൽ. 9 മൈനസ് 4 5 അല്ലേ? 5 ഫാക്ടോറിയൽ. ഇനി അവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതണം, 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് ആർ ഫാക്ടോറിയൽ. ഇക്വേഷൻ അങ്ങനെ തന്നെ കൊടുത്തു. ഇനി ഇവിടെ നോക്കുക, 9 ഫാക്ടോറിയലും 9 ഫാക്ടോറിയലും ഇവിടെ കോമൺ അല്ലേ, അത് നമ്മൾ പുറത്തേക്ക് എടുത്തു, 9 ഫാക്ടോറിയൽ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാലൻസ് ഇത് പുറത്ത് പോന്നു കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ ഏതാ ഉള്ളത്? 1/4 ഫാക്ടോറിയൽ വരും. ഇനി ഇവിടെ നിന്ന് 9 ഫാക്ടോറിയൽ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ വരും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കാരണം ഇതിനകത്ത് 9 ഫാക്ടോറിയൽ ഉണ്ട്, ഇതിനകത്ത് 9 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് 9 ഫാക്ടോറിയൽ നിന്ന് ഒരു 9 ഫാക്ടോറിയൽ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ എന്നാ വന്നെ? 1/4 ഫാക്ടോറിയൽ. നടുക്കുള്ള പ്ലസ് അങ്ങനെ തന്നെ വരും. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ നമുക്ക് ഈ 5 അവിടെ കിടപ്പുണ്ട്, ഈ താഴെ 5 ഫാക്ടോറിയൽ കിടപ്പുണ്ട്. ഇതങ്ങനെ തന്നെ എഴുതി, 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് ആർ ഫാക്ടോറിയൽ എഴുതി. ഇനി ഇവിടെ നോക്കിയാൽ 9 ഫാക്ടോറിയലും 10 ഫാക്ടോറിയലും കൂടെ വെട്ടുമ്പോൾ 9 ഫാക്ടോറിയൽ ഇൻറ്റു 10 ആണ് 10 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ ഏത് വരും മക്കളെ? 10 വരും. ഈ 5 ഫാക്ടോറിയലും 4ഉം 5ഉം തമ്മിൽ വെട്ട് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ വരും അല്ലേ? കാരണം 5 ഇൻറ്റു, ഇപ്പോൾ നമ്മൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 2 3 മുതൽ 5 വരെയുള്ള നമ്പറാണ്. അപ്പോൾ ആ 5ഉം ഈ 5ഉം കൂടെ വെട്ടി കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ. ഇനി ഇവിടെ എത്ര 1/4 ഫാക്ടോറിയൽ ഉണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഫാക്ടോറിയൽ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് ആർ ഫാക്ടോറിയൽ വരും. ഇത് എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 1/4 ഫാക്ടോറിയൽ ഈക്വൽ ടു 10 ബൈ 10 മൈനസ് ആർ ഫാക്ടോറിയൽ വരും. കറക്റ്റ് അല്ലേ? ഈ 2ഉം ഈ 10ഉം കൂടെ വെട്ടിയാൽ ഇവിടെ എന്ത് വരും? 5 വരും. അപ്പോൾ നമ്മൾ നേരെ ഇതിനെ കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 1/4 ഫാക്ടോറിയൽ ഈക്വൽ ടു 5/10 മൈനസ് ആർ ഫാക്ടോറിയൽ വരും. കറക്റ്റ് അല്ലേ? അതായത് ഫസ്റ്റ് 9 ഫാക്ടോറിയൽ പുറത്തെടുത്തു, ഇവിടെ 1 ഫാക്ടോറിയൽ 1/4 ഫാക്ടോറിയൽ, ഇവിടെ 9 ഫാക്ടോറിയൽ പോയ ഈ 5ഉം 5 ഫാക്ടോറിയൽ എഴുതി, ഈ 5ഉം ഈ 5 ഫാക്ടോറിയലും വെട്ടുമ്പോൾ താഴെ 4 ഫാക്ടോറിയൽ വന്നു. അപ്പോൾ നമുക്കിത് രണ്ടും അത് കഴിഞ്ഞ ശേഷം ഈ 9 ഫാക്ടോറിയലും 10 ഫാക്ടോറിയലും വെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ 10 വന്നു, കാരണം 9 ഫാക്ടോറിയൽ ഇൻറ്റു 10 ആണ് എന്തെന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ. അപ്പോൾ 1/4 ഫാക്ടോറിയലും 1/4 ഫാക്ടോറിയലും അങ്ങനെ തന്നെ എഴുതി. ഇവിടെ നമ്മൾ 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് ആർ ഫാക്ടോറിയൽ. ഇത് എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട് 1/4 ഫാക്ടോറിയൽ. അപ്പോൾ 2 ഇൻറ്റു 1/4 ഫാക്ടോറിയൽ ഈക്വൽ ടു 10/10 മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടെ നോക്കി, ഈ 2ഉം ഈ 10ഉം കൂടെ വെട്ടുമ്പോൾ എന്തായി മക്കളെ? 5 ആയി. അപ്പോൾ 1/4 ഫാക്ടോറിയൽ ഈക്വൽ ടു നമുക്ക് 5 ഡിവൈഡഡ് ബൈ 10 മൈനസ് ആർ ഫാക്ടോറിയലായി. ഇവിടെ നമുക്ക് എന്താ തന്നേക്കണേ? ഇപ്പോൾ 1/4 ഫാക്ടോറിയൽ ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 10 മൈനസ് ആർ ഫാക്ടോറിയൽ വരും. കറക്റ്റ് അല്ലേ? ഇനി ഇത് നമ്മൾ നേരെ ഒന്നങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്നാ കിട്ടും? 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഈക്വൽ ടു 10 മൈനസ് ആർ ഫാക്ടോറിയൽ വരും. ഇതിനെ ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്തു, ഇതിനെ ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്തു, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നോക്കുക, 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയലാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 10 മൈനസ് ആർ ഫാക്ടോറിയലാണ്. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്? 5 ഈക്വൽ ടു 10 മൈനസ് 6. അതായത് 2 ഫാക്ടോറിയലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ 5 ഫാക്ടോറിയലും 10 മൈനസ് ആർ ഫാക്ടോറിയലും ആണെങ്കിൽ ഇത് എന്തിനോട് ഈക്വലാണ്? 5 ഈക്വൽ ടു 10 മൈനസ് 6. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ ആരെ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ 10 മൈനസ് 6 ഈക്വൽ ടു 5 വരും. മൈനസ് 6നെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഈ 10 നേരെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ 5 മൈനസ് 10 ആയി. അപ്പോൾ മൈനസ് 6 ഈക്വൽ ടു മൈനസ് 5 ആയി. അപ്പോൾ therefore 6 ഈക്വൽ ടു 5 നമ്മുടെ ആൻസറായി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത് ചെയ്ത് നമ്മൾ പഠിക്കണം കേട്ടോ. പെർമ്യൂട്ടേഷൻ ഇന്ന് 18ാമത്തെ ക്വസ്റ്റിൻ്റെ പാർട്ട് 2 ക്വസ്റ്റ്യനാണിത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പർ. നമുക്കറിയാം, നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 4 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുക, 4 കോളം വരയ്ക്കുക. 4 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, 4 ഡിജിറ്റ് 4 കോളം വരയ്ക്കുക ആദ്യം തന്നെ, ഫസ്റ്റ് വൺ. അപ്പോൾ അത് യൂണിറ്റ് പ്ലേസ്, 10 പ്ലേസ്, 100 പ്ലേസ്, 1000 പ്ലേസ് ആയി.
ഇനി ഇവിടെ എത്ര നമ്പർ ഉണ്ട് നോക്കുക. എത്ര നമ്പർ ഉണ്ട് മക്കളെ? 1 2 3 4 5 എത്ര നമ്പറാണുള്ളത്? 5 നമ്പറുകളാണുള്ളത്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോ നമ്പർ ഈസ് റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞാണ്. ഒരു നമ്പർ പോലും രണ്ടാമത് വരാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ മൊത്തം എത്ര നമ്പർ ഉണ്ട്? 5 നമ്പർ. സപ്പോസ് നമുക്ക് ഈ 5 നമ്പറിൽ ഈ ഏത് നമ്പർ വേണമെങ്കിലും എവിടെ വരാം? ഈ 1000 പ്ലേസിൽ വരാം, അല്ലേ? കറക്റ്റ് അല്ലേ? ഈ 5 നമ്പറിൽ ഏത് വേണമെങ്കിലും വരാം. ഇപ്പം നോട്ട് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോസ് ഇവിടെ 5ൻ്റെ സ്ഥാനത്ത് 5 എടുത്തതെങ്കിൽ 5 ഒഴിച്ച് ബാക്കി ഏത് വേണമെങ്കിലും വരാം. അപ്പം ബാലൻസ് ഏത് നമ്പറാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ 4 നമ്പറേ നമ്മുടെ കയ്യിലുള്ളൂ. ആ 4 വന്നു. ഇനി ഇവിടെ നോക്കിയേ, ഈ 5ഉം 4ഉം ആണ്. 5ഉം 4 എന്നൊരു നിർബന്ധമില്ല. 1 വരാം, 2 വരാം, ഈ 5ൻ്റെ സ്ഥാനത്ത് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. ഈ 5 നമ്പറിൽ ഏത് വേണമെങ്കിലും വരാം. അതാണ് നമ്മൾ 5 അവിടെ എഴുതാൻ കാരണം. ഇനി ഇവിടെ നോക്കിയേ, 5ഉം 4ഉം പോയി. സപ്പോസ് അത് 1 ആവാം, 2 ആവാം. ഏതെങ്കിലും ഒരു 2 നമ്പർ അവിടെ നിന്ന് പോയി. ബാലൻസ് എത്ര നമ്പറേ ഉള്ളൂ? 3 ആണ്. വീണ്ടും അത് ഈ 3 നമ്പർ, ഇത് ഈ 5 നമ്പറിൽ ഏതെങ്കിലും 3 നമ്പർ അവിടെ പോയി. ബാക്കി എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പം നമ്മുടെ നമ്പർ ഓഫ് വേസ്, ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 വരും. ഇതിന് നമുക്ക് 5p4 എന്ന് വേണമെങ്കിൽ എഴുതി ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതായത് ഓർ നമുക്ക് എങ്ങനെ എഴുതാം? 5 നമ്പറാണുള്ളത്. അതിനകത്ത് എത്ര നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? 4 നമ്പറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5p4. 5p4 എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ എന്ത് വരും? അപ്പോഴും 120 ആൻസർ വരും. 120 വേസ് വരും. ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് എളുപ്പം ഇതാണെങ്കിൽ ഇതെടുക്കാം. ഇത് 5p4 ആണെങ്കിൽ 5p4 വെച്ച് ചെയ്താൽ മതി. ഏത് വേണമെങ്കിലും നമുക്ക് ആൻസർ എടുക്കാം. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈവൺ നമ്പറാണ്. ഈ നമ്പറുകളിൽ ഈവൺ നമ്പർ നമ്മൾ ഫസ്റ്റ് വേണം. ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഈവൺ ആവണമെങ്കിൽ എപ്പോഴും യൂണിറ്റ് പ്ലേസിൽ ഈവൺ നമ്പറുകളാവണം, അല്ലേ? അപ്പോൾ ഇതിനകത്ത് എത്ര ഈവൺ ഉണ്ട്? 2 4 എന്ന് പറയുന്ന 2 2 ഈവൺ നമ്പർ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ പടം വരച്ച് കഴിയുമ്പോൾ, ഈ ബോക്സ് വരച്ച് കഴിയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പെട്ടി. അതിനകത്ത് എത്രയാണ് ഈവൺ നമ്പർ? 2 എണ്ണമാണ്. ആ 2 ഈവൺ നമ്പറിൽ ഏത് വേണമെങ്കിലും ഇവിടെ വരാം. ഇപ്പോൾ 2 ആദ്യം ഫസ്റ്റ് വൺ 2 വരാം, 4 വരാം. ഏത് ഈവൺ നമ്പർ വേണമെങ്കിലും ഇവിടെ വരാം. നോട്ട് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ രണ്ടാമത് ഇപ്പോൾ സപ്പോസ് 2 എടുക്കണമെന്ന് വെച്ചോ. അപ്പോൾ ഈ 5 നമ്പറിൽ 2 ഒഴിച്ച് ബാക്കി എത്ര നമ്പർ വരാം? ഇവിടെ ഈ പ്ലേസുകളിൽ എവിടെ വരാം? ഫസ്റ്റ് നമ്പറിനകത്ത് 1 2 3 1, അല്ലേ? ഈ 2 ഒഴിച്ച് ബാക്കി ഏത് 4 നമ്പർ വേണമെങ്കിലും ഇവിടെ വരാം. അപ്പോൾ 4 ആയി. പിന്നെ അടുത്ത നമ്പർ എപ്പോൾ എന്ത് വരും? 3 വരും. അടുത്ത നമ്പർ എന്താ? 2 ആണ്. അപ്പോൾ എത്ര നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ എത്ര ഈവൺ നമ്പറാണെന്ന് നോക്കുക. ആ ഈവൺ നമ്പർ എത്ര ആണോ അത് ഇവിടെ വരും. നോട്ട് റിപ്പീറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ എടുത്ത 2 ഒരിക്കലും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരരുത്. ആ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ നമുക്ക് ആ 2ഉം കൂടെ വരാം. പക്ഷേ നോട്ട് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ സപ്പോസ് 2 എടുത്തെങ്കിൽ 2 ഇവിടെ വരരുത്. 4 ഫസ്റ്റ് ഈവൺ നമ്പറായിട്ട് കൊടുത്തെങ്കിൽ 4 വരരുത്. അപ്പോൾ 2 വരാം. അതാണ് ഈ 4 കൊടുക്കാൻ കാരണം. പിന്നെ ഈ 4ഉം 2 ഒഴിച്ച് ബാക്കി എത്ര വരാം? പിന്നെ അവിടെ നമുക്ക് 3 നമ്പറേ ഉള്ളൂ. ആ 3 നമ്പറിൽ ഏത് വേണമെങ്കിലും വരാം. പിന്നെ അടുത്ത നമ്പർ 4ഉം 3ഉം 2 ഒഴിച്ച് ബാക്കി ആ ഈവൺ നമ്പറിൽ ഏത് വേണമെങ്കിലും അവിടെ വരാം. ബാലൻസ് ഉള്ളത് 2 നമ്പർ. ആ 2ൽ ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ നോട്ട് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. അത് കുറച്ച് എഴുതണം. ഇപ്പോൾ ഈവൺ നമ്പർ പറഞ്ഞുകൊണ്ട് എന്താണ്? ഇവിടെ എത്രയാണോ ഈവൺ നമ്പർ വരുന്നത് അത് എഴുതണം. ഇപ്പോൾ സപ്പോസ് ഇത് ഓഡ് നമ്പർ ആണെങ്കിലോ ഇവിടെ എത്ര വരും? 3 വരും. മനസ്സിലായി? ഈ 1 3 5 ഏതെങ്കിലും ഒരെണ്ണം വരും. അപ്പോൾ അപ്പോഴും ഇതേ ആൻസർ തന്നെ നമുക്ക് വരും. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് വേസ്, ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 3 × 2 × 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ 4 12 12 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 48 രീതിയിൽ നമുക്ക് ഈവൺ നമ്പറിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു വേർഡും എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻഡിപെൻഡൻസ്. അതിനകത്ത് എത്ര ലെറ്റർ ഉണ്ടെന്ന് ആദ്യമേ നമ്മൾ നോക്കണം. ആ ലെറ്റർ ഒന്നുകൂടി നമ്മളൊന്ന് എടുത്തെഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ENCE. എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 12 ലെറ്റേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 12 എണ്ണമാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിനകത്ത് ആ വാക്ക് എഴുതി നോക്കുക. അതിനകത്ത് എത്ര ലെറ്റർ ഉണ്ടെന്ന് നോക്കുക. അത്രയും നമ്പർ എഴുതുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഇനി ഏതൊക്കെ ലെറ്ററാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഏതൊക്കെ ലെറ്ററാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഐ ഉണ്ടോ മക്കളെ? ഇല്ല. എൻ ഉണ്ട്. പക്ഷേ അല്ലേ, എൻ എത്ര പ്രാവശ്യം വരുന്നുണ്ട് നോക്കിയേ? 1 2 3 ടൈംസ് ഉണ്ട്. D 1 2 2 പ്രാവശ്യം D റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്.
ഈ എത്ര പ്രാവശ്യം 1 2 3 4 ടൈംസ് ഈ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ നമ്മൾ എഴുതി സമയം കളയണമെന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ മാത്രം നമുക്ക് എഴുതിയാൽ മതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വവ്വൽസ് ആർ ഒക്കർ ടുഗദർ. നമ്മുടെ വവ്വൽസ് ഏതൊക്കെ മക്കളെ? എ ഇ ഐ ഒ യു. അതിനകത്ത് ഏതൊക്കെ ലെറ്ററാണ് ഇവിടെ വരുന്നത്? ഈ 4 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെയോ ഐ മാത്രമാണ് വേറെ വരുന്നുള്ളൂ അല്ലേ? ഐ വരുന്നുണ്ട് ഒരു പ്രാവശ്യം. അപ്പം നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വവ്വൽസ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വവ്വൽസ്. വവ്വൽസ് എന്ന് പറഞ്ഞാൽ ഈ 4 ഇയും ഒരു ഐയും കൂടെ കൂടി ടോട്ടൽ 5 വവ്വൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വവ്വൽസ് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വവ്വൽസ് ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വവ്വൽസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു വവ്വൽസിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 ഫാക്ടോറിയൽ. അവിടെ എത്ര വവ്വൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു പറയുമ്പോൾ എത്ര വവ്വൽസ് ഉണ്ടെന്ന് നോക്കണം. അവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്യുന്ന വവ്വൽ കറക്റ്റായിട്ട് അതിൻ്റെ താഴെ എഴുതണം. ഇപ്പം നമ്മൾ 5 വവ്വൽസാണ്, ആ 5 വവ്വലും വേറെ വേറെയാണെങ്കിൽ അതിൻ്റെ താഴെ ഒന്നും വരത്തില്ല. ഏത് നമ്പറാണോ ഏത് വവ്വൽസാണോ അവിടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആ വവ്വൽസ് എത്ര പ്രാവശ്യം ഉണ്ടോ അത് നിർബന്ധമായിട്ടും ഇതിൻ്റെ താഴെ എഴുതണം. അപ്പം നമുക്ക് ടോട്ടലുള്ളത് 5 വവ്വൽസ്. അപ്പോൾ 5 ഫാക്ടോറിയൽ രീതിയിൽ അതിനെ അടയാളപ്പെടുത്താം. ഇനി എന്താണ്, എത്ര വവ്വൽസ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഈ 4 ഇ ഉണ്ട് അവിടെ. അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ആയി. ഇനി ബാലൻസ് ഉള്ള നമ്പറുകൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഈ 5 വവ്വൽസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ടോട്ടൽ ബാലൻസ് കണ്ടുപിടിക്കാൻ അത് 1 ആയിട്ട് എടുക്കണം. ഒറ്റയ്ക്ക് നിൽക്കുക. വവ്വൽസ് ആർ ടുഗദർ എന്നാ പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റും. ബാക്കി ഈ 5 വവ്വൽസ് കഴിഞ്ഞ് ടോട്ടൽ നമുക്ക് എത്ര ലെറ്ററാണ് ഉള്ളത്? 12. അപ്പോൾ 12 മൈനസ് 5 എന്ന് പറഞ്ഞാൽ ബാലൻസ് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ആ 7 ഇവിടെ കൊടുക്കുക. 7നകത്ത് എത്ര വരും ടോട്ടൽ? അപ്പോൾ എത്രയാണ്? 8 ലെറ്റേഴ്സ് വരില്ലേ? അപ്പോൾ നമ്മൾ ഈ 8 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഫാക്ടോറിയൽ ബൈ. ഇതിനകത്ത് ഈ വവ്വൽ ഒഴിച്ച് ബാക്കി ഏതൊക്കെ ലെറ്ററാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വരും. അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള നമ്പറിൻ്റെ അറേഞ്ച്മെൻറ്റും കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 2 നമ്പറും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ വവ്വൽസ് ആർ ഒക്കർ ടുഗദർ കിട്ടും. ഇനി വവ്വൽസ് ആർ നോട്ട് ഒക്കർ ടുഗദർ ആണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് കണ്ടുപിടിച്ചിട്ട് വവ്വൽസ് ആർ ടുഗദർ നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ വവ്വൽസ് ആർ നോട്ട് ഒക്കർ ടുഗദറുമായി. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്താൽ വവ്വൽസ് ആർ ഒക്കർ ടുഗദർ കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് വവ്വൽസ് ആർ ഒക്കർ ടുഗദർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു വവ്വൽസ് ആർ occur together ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്മൾ രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്താൽ പോരെ? അപ്പോൾ നമ്മുടെ ആൻസർ 5 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വരും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. 5 ഫാക്ടോറിയലും ഈ 4 ഫാക്ടോറിയലും കൂടെ വെട്ടുമ്പോൾ എന്ത് വരും മക്കളെ? കാരണം 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. അപ്പോൾ നമ്മൾ നോക്കി ഇത് രണ്ടും വെട്ടി കഴിയുമ്പോൾ നമുക്ക് 5 അല്ലേ കിട്ടണേ? അതാണ് നമ്മളിത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 5 വരും. ഇനി ഇവിടെ നോക്കാം, 8 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും കൂടെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ എത്ര വരും നോക്കിയാൽ? 3 ഫാക്ടോറിയൽ 3 വരെയുള്ള നമ്പർ പോയി. അപ്പോൾ ബാലൻസ് വരുന്നത് 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 വരും. ഇനി ഇവിടെ എന്തുണ്ട്? 2 ഫാക്ടോറിയൽ കിടപ്പുണ്ട്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ആണ്. നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി, നേരെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2ഉം 4ഉം കൂടെ വെട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ 2 ഇൻറ്റു 5 10 വരും. 10 ഇൻറ്റു 6 ഇൻറ്റു 7 42 വരും. ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ 2100 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ വവ്വൽസ് ഒരുമിച്ചെടുത്താൽ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 2100 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് വേസ് നമുക്ക് കിട്ടുന്നത്. ഇനി നോട്ട് ഒക്കർ ടുഗദർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ കണ്ടുപിടിച്ചിട്ട് വവ്വൽസ് ആർ ടുഗദർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വവ്വൽസ് ആർ നോട്ട് ഒക്കർ ടുഗദറിൻ്റെ ആൻസറായി.